പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗ്രേറ്റ് ഗ്രേസ് ചാനലിലേക്ക് സ്വാഗതം. കോട്ടയം ജില്ല ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബൈവൽ എന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന 9 തരം വരുമാന മാർഗങ്ങളിലെ ചിലതിനെക്കുറിച്ച് വിശദീകരിക്കുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതിനു മുൻപ് നൽകിയിട്ടുള്ള 2 വീഡിയോകൾ കണ്ട ശേഷം മാത്രം ഇത് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും ദയവായി കാണുക. ആദ്യ 2 വീഡിയോകളുടെ തുടർച്ചയാണ് ഈ വീഡിയോ. ബൈബൽ എന്ന പ്ലാറ്റ്ഫോമിലെ ഇ-കൊമേഴ്സ് വിഭാഗത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കമ്മ്യൂണിറ്റി ക്രിയേഷനു വേണ്ടി അവതരിപ്പിക്കുന്ന ഈ പ്ലാനിലൂടെ പരമാവധി പ്രതിമാസം 350 രൂപ വരെ നിങ്ങളുടെ ഫോണിലെ സിം കാർഡ് 3 മാസത്തേക്ക് റീചാർജ് ചെയ്യുവാനായി വരുന്ന 1050 രൂപയിൽ 1000 രൂപ നൽകിക്കൊണ്ട് ഈ പ്ലാനിലേക്ക് പ്രവേശനം നേടാം. ഇതിൽ 4 വാലറ്റുകൾ ഉണ്ടെന്നും ബൈനറി രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നും ആദ്യ വരുമാന മാർഗമായ റഫറൽ ബോണസിനെ പറ്റിയും മുൻ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ വരുമാന മാർഗം ആണ് പറയാൻ പോകുന്നത്. ഇതിന്റെ പേര് ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് എന്നാണ്. ഒരാൾ ബൈബലിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ ID എവിടെ പ്ലേസ് ചെയ്യപ്പെടുന്നുവോ അവിടെ ആ ID സ്പോൺസർ തുടങ്ങി മുകളിലേക്ക്, അതായത് ആ IDയുടെ സ്പോൺസർ തുടങ്ങിയിട്ട് അതിന്റെ മുകളിലേക്കുള്ള 8 ലെവലുകളിലേക്ക് 100 രൂപ വീതം വിതരണം ചെയ്യുന്നുണ്ട്. അതായത് പുതിയതായി ഒരു ID സ്ഥാപിക്കുമ്പോൾ ആ IDയുടെ സ്പോൺസർ അയാൾക്കൊരു 100 രൂപയും അതിന്റെ മുകളിലേക്കുള്ള ഓരോ സ്പോൺസർമാർക്കുമായി 8 ലെവലുകളിലായിട്ട് 100 രൂപ വീതം ലഭിക്കുന്നു. ഇനിയും ഒന്നും കൂടി വിശദീകരിക്കുകയാണെങ്കിൽ പുതിയതായി സ്ഥാപിച്ച IDയുടെ താഴെയുള്ള 8 ലെവലുകളിൽ നിന്ന്, അതായത് 1-ാം ലെവലിൽ 2 പേര്, 2-ാം ലെവലിൽ 4 പേര്, 3-ാം ലെവലിൽ 8 പേര്, പിന്നെ അങ്ങോട്ട് ക്രമമായിട്ട് നോക്കുകയാണെങ്കിൽ 16, 32, 64, 128, 256 എന്നിങ്ങനെയുള്ള 8 ലെവലുകളിലായിട്ടുള്ള ആകെ 510 പേരിൽ നിന്ന് 100 രൂപ വീതം ലഭിക്കുന്നു. ഇതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് എന്ന് പറയുന്നത്. പുതിയതായി സ്ഥാപിതമായ നമ്മുടെ IDയുടെ താഴെയുള്ള 8 ലെവലുകളിൽ മൊത്തം കണക്ക് നോക്കിയാൽ, അതായത് 2, 4, 8, 16, 32, 67, 128, 256 ഇങ്ങനെ മൊത്തത്തിൽ കണക്ക് കൂട്ടിയാൽ ആകെ 510 അംഗങ്ങൾ ആകെ ഉണ്ടാകും. ഈ 510 പേരെ ആര് കൊണ്ടുവന്നു എന്നതോ അല്ലെങ്കിൽ എങ്ങനെ അവരവിടെ വന്ന് സ്ഥാപിതരായി എന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവർ എങ്ങനെ നിങ്ങളുടെ ആദ്യ 8 ലെവലുകളിൽ വന്നാലും നിങ്ങൾക്ക് ഇവരിൽ നിന്നെല്ലാം 100 രൂപ വീതം ID സ്ഥാപിക്കപ്പെടുമ്പോൾ തന്നെ ലഭിക്കുന്നു. ഈ IDകൾ എപ്പോഴാണോ സ്ഥാപിക്കപ്പെടുന്നത് അപ്പോൾ തന്നെ ആ പണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ സ്ഥാപിക്കപ്പെടുന്ന വ്യക്തിയിലൂടെ ഒരു പ്രാവശ്യം മാത്രമേ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ പറയുന്ന ഈ 9 തരം വരുമാനത്തിനും യോഗ്യത നേടുന്നതിന് നിങ്ങൾ 2 ആളുകളെ ഡയറക്റ്റ് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, കഴിഞ്ഞ വീഡിയോയിലാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുകൂടാതെ നിങ്ങൾ എത്രത്തോളം ആളുകളെ ഡയറക്റ്റ് റെഫർ ചെയ്യുന്നുവെന്നോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് റെഫറൽ ബോണസായി 500 രൂപ വീതം ലഭിക്കുന്നത് കൂടാതെ അവർ നിങ്ങളുടെ ആദ്യ 8 ലെവലുകളിലായിട്ട് സ്പില്ലോവറായിട്ട് നമ്മൾ സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ, സ്പില്ലോവർ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, നിങ്ങളുടെ 2 പേരെയാണ് കൊണ്ടുവരേണ്ടത്. ആ 2 പേർക്ക് ശേഷം അവർക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾക്ക് അതിന്റെ താഴേക്കുള്ള IDകളിലേക്കാണ് അത് പ്ലേസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ സ്പില്ലോവറായിട്ട് സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് റെഫറൽ ഇൻകം കൂടാതെ ഡിസ്ട്രിബ്യൂട്ടർ ബോണസായ 100 രൂപ വീതം അതുകൂടി അതിൻ്റെ കൂടെ ലഭിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ഡയറക്റ്റ് റെഫറായി വരുന്നവരിൽ നിന്ന് 500 രൂപ ഡയറക്റ്റ് റെഫറൽ ബോണസും അതിനോടൊപ്പം തന്നെ ഈ 100 രൂപ ഡിസ്ട്രിബ്യൂട്ടർ ബോണസുമായിട്ട് ആകെ 600 രൂപ വീതം ലഭിക്കുന്നു. ഒരാളെ കൊണ്ടുവരുമ്പോൾ തന്നെ 500 രൂപ ഡയറക്റ്റ് റെഫറൽ ബോണസ് കിട്ടുന്നു, പ്ലസ് അതിന്റെ കൂടെ ഈ ഡിസ്ട്രിബ്യൂട്ടർ ബോണസായ 100 രൂപയും കൂടി ലഭിക്കുന്നു. എന്നാൽ നിങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുവരുന്ന ഡയറക്റ്റ് റെഫറലുകൾ സ്പില്ലോവറായിട്ട് നിങ്ങളുടെ 9-ാമത്തെ ലെവൽ തുടങ്ങി താഴേക്കുള്ള ലെവലുകളിലേക്കായിട്ടാണ് സ്ഥാപിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് റെഫറൽ ബോണസായ 500 രൂപ മാത്രമേ കിട്ടുകയുള്ളൂ. കാരണം അവരെ സ്ഥാപിച്ചത്, ആ IDകൾ പ്ലേസ് ചെയ്യപ്പെട്ടത് നിങ്ങളുടെ ആദ്യത്തെ 8 ലെവലുകൾക്ക് ശേഷമായി പോയിരുന്നു.
അതുകൊണ്ടാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാതെ പോയത്. അതായത് 8 ലെവൽ വരെ ഉള്ളവർക്കാണ് പ്ലേസ് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം ആയിട്ടുള്ള 100 രൂപ ലഭിക്കുന്നത്. 9ാമത്തെ ലെവൽ മുതൽ താഴോട്ടാണ് നിങ്ങൾ അത് പ്ലേസ് ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് ലഭിക്കുകയില്ല. ഇതുകൂടാതെ ഈ പറയുന്ന 8 ലെവലുകളിലായിട്ട് 510 അംഗങ്ങളെ നിങ്ങൾ നേരിട്ട് കൊണ്ടുവന്ന് ഈ പറയുന്ന 8 ലെവലുകളിലേക്കായിട്ടുള്ള 510 അംഗങ്ങൾ, ആ 510 അംഗങ്ങളും നിങ്ങൾ നേരിട്ട് കൊണ്ടുവന്ന ആളുകളാണെങ്കിൽ ശരി, ആ കൊണ്ടുവന്ന ആളുകളിലൂടെ വന്നാലും നിങ്ങളുടെ മുകളിലുള്ള ആളുകൾ സ്പില്ലോവറായിട്ട് താഴോട്ട് വന്നാലും, അതുമല്ല നിങ്ങളുടെ മുകളിലുള്ള ആളുകളുടെ ഐഡികൾ റീബർത്ത് ചെയ്യപ്പെട്ട് വന്നാലും, നിങ്ങൾക്ക് പറയുന്ന 8 ലെവലുകൾക്കുള്ളിലുള്ള 510 അംഗങ്ങളിലേക്ക് ഈ പറയുന്ന ആളുകളിലേക്കുള്ള ആളുകളാണ് എങ്ങനെ വന്നാലും ശരി തന്നെ നിങ്ങൾക്ക് 100 രൂപ വീതം ഡിസ്ട്രിബ്യൂട്ടർ ഇൻകമായിട്ട് ലഭിക്കുന്നു. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായി ഒരാളെ ഡയറക്ടർ ചെയ്ത് കൊണ്ടുവന്നപ്പോൾ 500 രൂപ വീതം വിഡ്രോ വാലറ്റിൽ വരുമെന്നും അതിനോടൊപ്പം മറ്റൊരു വരുമാനം കൂടി ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഈ ഡിസ്ട്രിബ്യൂട്ടർ ഇൻകമായ 100 രൂപ. നിങ്ങൾ ആദ്യ വ്യക്തിയെ റെഫർ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന റെഫറൽ ബോണസായ 500 രൂപ നേരിട്ട് വിഡ്രോ വാലറ്റിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ ഇൻകമായ 100 രൂപ അപ്പോൾ തന്നെ നേരിട്ട് റീപർച്ചേസ് വാലറ്റിൽ, അതായത് റിപ്പീറ്റഡ് റീചാർജ് അലവൻസ് വാലറ്റിലേക്ക് പോയി ചേരും. അതിനുശേഷം നിങ്ങൾക്ക് ഏതെല്ലാം വിധത്തിൽ ബൈബിളിൽ നിന്ന് വരുമാനങ്ങൾ വരുന്നുവോ ആ വരുന്ന എല്ലാ വരുമാനത്തിന്റെയും 70% വിഡ്രോ വാലറ്റിലും 30% റീപർച്ചേസ് വാലറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് റീചാർജ് ആൻഡ് അലവൻസ് വാലറ്റ് എന്ന് പറയുന്ന വാലറ്റിലേക്ക് വന്നു ചേരും. ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് എന്താണെന്ന് ഏകദേശം മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ റീപർച്ചേസ് വാലറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് റീചാർജ് അലവൻസ് വാലറ്റ് എന്ന് പറയുന്ന വാലറ്റിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ വരുമാനത്തിന്റെയും 30% പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പണം എന്തിനാണ് ഈ റീപർച്ചേസ് വാലറ്റിൽ സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് എൻ്റെ മനോഭാവനയിൽ, അതായത് എൻ്റെ ഒരു സങ്കല്പത്തിൽ ഈ വാലറ്റിനെ ഞാൻ 4ആയിട്ട് തരംതിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് സൈറ്റിൽ പോയി നോക്കിയാൽ അങ്ങനെയൊന്നും കാണില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതായത് ഈ റിപ്പീറ്റഡ് റീചാർജ് വാലറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് റീചാർജ് വാലറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് റീചാർജ് ആൻഡ് അലവൻസ് വാലറ്റ് എന്ന് പറയുന്ന റീപർച്ചേസ് വാലറ്റ് എന്ന് ഞാൻ പറയാറുണ്ട്. ഈ പറയുന്നതിനെ ഞാനൊരു 4ആയിട്ട് ഭാഗം വയ്ക്കുകയാണ്. അത് സൈറ്റിൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഭാവനയിൽ ഞാനൊരു വാലറ്റിനെ 4ആയിട്ട് തരംതിരിക്കുകയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ വരുമാനത്തിന്റെയും 30% റീപർച്ചേസ് വാലറ്റിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു. എന്നാൽ അത് 5+25 5 കൂട്ടണം 25 എന്ന രീതിയിലാണ് മാറ്റുന്നത്. അതായത് 5% കൂട്ടണം 25%, അപ്പോൾ 30% ആയല്ലോ. ഇതിൽ 5% TDSനായിട്ട് മാറ്റുന്നു. റീപർച്ചേസ് വാലറ്റിൽ എൻ്റെ സങ്കല്പത്തിൽ ഞാൻ 4 തരംതിരിച്ചു എന്ന് പറയുന്നതിൽ ഒരു ഭാഗത്ത് TDSലെ ഒരു ഭാഗത്തിലെ ഈ പറയുന്ന 5% മാറ്റം, അത് TDSലേക്കാണ് പോകുന്നത്. ഇനി ബാക്കിയുള്ള 25% 4ആയി തരംതിരിച്ച് സങ്കല്പിക്കുന്ന എൻ്റെ സങ്കല്പത്തിലേക്കുള്ള ആ ഭാഗത്തിന്റെ 2ാം ഭാഗത്ത്, അതായത് റിപ്പീറ്റഡ് റീചാർജ് അലവൻസ് വാലറ്റിന്റെ 2ാം ഭാഗത്തേക്ക് മാറ്റുന്നു. ആദ്യത്തെ 4ആയിട്ട് ഭാഗം വെച്ചു എന്ന് പറഞ്ഞു. ആദ്യത്തെ ഭാഗത്ത് 5% പോകുന്നു, അത് TDSലേക്കാണ് പോകുന്നത്. ഇതിന്റെ 2ാം ഭാഗത്തേക്ക് നമുക്ക് ഒരു 25% വീതം നമുക്ക് ബാക്കി വയ്ക്കുന്നത് ആ 2ാം ഭാഗത്തേക്കാണ് വരുന്നത്. എപ്പോഴാണോ ആകെ 2500 രൂപ തികയുന്നത് അതുവരെ ഈ 2ാം ഭാഗത്ത് മാത്രമേ പൈസ വന്ന് ചേർന്നുകൊണ്ടിരിക്കുള്ളൂ. ആ 2500 രൂപ തികഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീപർച്ചേസ് വാലറ്റിന്റെ എൻ്റെ സങ്കല്പത്തിലുള്ള 3ാം ഭാഗത്തിലേക്ക് പണം സൂക്ഷിക്കാൻ തുടങ്ങുന്നു. അവിടെ എപ്പോഴാണോ 4000 രൂപ ആകുന്നത് അതുവരെ 25% വീതം വരുന്ന തുക അവിടെ സങ്കല്പത്തിലെ 3ാമത്തെ ഭാഗത്ത് സൂക്ഷിക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തിലെ 4ാം ഭാഗത്തേക്ക് 25% വീതം മാറ്റിവെക്കുന്നു. ഈ 4ാം ഭാഗത്തേക്ക് എപ്പോഴാണോ 1700 രൂപ വന്നു ചേരുന്നത് അതുവരെ ഈ ഭാഗത്ത് ഈ പണം സൂക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. 4ാം ഭാഗത്ത് 1700 രൂപ തികഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ 25% ലഭിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വീണ്ടും ആ പണം 2500 തികയുന്നത് വരെ 2ാം ഭാഗത്തും, അത് കഴിഞ്ഞ് 4000 രൂപ തികയോളം 3ാം ഭാഗത്തും, അത് കഴിഞ്ഞ് 1700 രൂപ ആകോളം 4ാം ഭാഗത്തും മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. ഇത് തുടരെ 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 ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
അതായത് ഒന്നാം ഭാഗത്ത് വരുന്നത് 4,000 നമ്മൾ വാലറ്റിനെ സങ്കല്പിക്കുകയാണ്. 4,000 വീതം വെച്ചു. ആദ്യത്തെ ഭാഗത്ത് 5% വീതം പോകുന്നു, അത് TDSലേക്ക് പോകുന്നതാണ്. രണ്ടാം ഭാഗത്ത് വരുന്ന പൈസ 2,500 ആകുവോളം രണ്ടാം ഭാഗത്ത് വരുന്നു. 2,500 അവിടെ തികഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം ഭാഗത്ത് 4,000 രൂപ ആകുവോളം അവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അത് 4,000 തികഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് നാലാം ഭാഗത്തേക്ക് വരികയാണ്. 1,700 തികയുന്നിടം വരെ നാലാം ഭാഗത്ത് വരുന്നു. വീണ്ടും 25% വന്നുകൊണ്ടിരിക്കണം. വീണ്ടും രണ്ടാം ഭാഗത്തേക്ക് 2,000. അങ്ങനെ ആ ഒരു ചക്രം ഇങ്ങനെ തുടർന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് എപ്പോഴൊക്കെ ചെലവഴിക്കുന്നു എന്നുള്ള കാര്യം ഇനി വരുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇനി ഒന്നുകൂടി എടുത്തു പറയണത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി എടുത്തു പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ആദ്യത്തെ ഡയറക്റ്റ് റെഫറലിനെ ജോയിൻ ചെയ്യിച്ചപ്പോൾ ലഭിച്ചിരുന്ന ഡയറക്റ്റ് റെഫറൽ ബോണസ് ആയിട്ടുള്ള 500 രൂപ വിഡ്രോ വാലറ്റിലും അതിലൂടെ ലഭിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ ബോണസായ 100 രൂപ റിപ്പീറ്റഡ് റീചാർജ് അലവൻസ് വാലറ്റിലേക്കും പോകുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ബൈവെല്ലിലൂടെ ലഭിക്കുന്ന എല്ലാ വരുമാനത്തിന്റെയും 70% വിഡ്രോ വാലറ്റിലും 5% TDSനായിട്ടും 25% റിപ്പീറ്റഡ് റീചാർജ് അലവൻസ് വാലറ്റിലേക്കും പോകുന്നു. ഈ വാലറ്റിലെ ആദ്യത്തെ 5% TDSനും ശേഷിക്കുന്ന 25% 2,500 രൂപ ആകുവോളം നമ്മുടെ ഭാവനയിലെ രണ്ടാം ഭാഗത്തേക്കും, ശേഷം 4,000 രൂപ ആകും വരെ ഭാവനയിലെ മൂന്നാം ഭാഗത്തും, അതിനുശേഷം 1,700 രൂപ ആകും വരെ നാലാം ഭാഗത്തും സൂക്ഷിക്കുന്നു. റിപ്പീറ്റഡ് റീചാർജ് ആൻഡ് അലവൻസ് വാലറ്റിനെ ഞാൻ എൻ്റെ ഭാവനയിൽ 4ആയി വേർതിരിച്ചെന്ന് പറയുന്നതിൽ ഒന്നാം ഭാഗത്ത് 5% TDS, രണ്ടാം ഭാഗത്ത് 2,500 രൂപ, മൂന്നാം ഭാഗത്ത് 4,000 രൂപ, നാലാം ഭാഗത്ത് 1,700 രൂപ. ഇങ്ങനെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെന്തിനാണ് ഈ 2-3 പ്രാവശ്യം ഞാൻ എടുത്തു പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ വീഡിയോയുടെ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാകും വരെ ആവർത്തിച്ച് കേൾക്കുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നീട് പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തത വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ റീപർച്ചേസ് വാലറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് റീചാർജ് ആൻഡ് അലവൻസ് വാലറ്റിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പ്രകാരം ഈ 4 തട്ടുകളായിട്ട് നമ്മൾ 4 തട്ടുകളാക്കിയല്ലോ. എൻ്റെ ഭാവനയിൽ ഒരു 4 തട്ടുകളാക്കി. ഈ വാലറ്റിലൊക്കെ നമ്മുടെ മുകളിലും നമുക്കും അതുപോലെ നമ്മുടെ താഴെയുള്ള ആളുകളൊക്കെ, അതായത് ഈ ബൈവലിൽ ഇരിക്കുന്ന എല്ലാവരുടെയും റിപ്പീറ്റഡ് റീചാർജ് അലവൻസ് വാലറ്റുകൾ ഇങ്ങനെ 4 തട്ടായിട്ട് മാറ്റിയിട്ട് ഈ 4 തട്ടിലും പണം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനെ അതിലെ TDS എന്ന് പറയുന്നത് സർക്കാരിനുള്ളതാണ്, ഗവൺമെന്റിന് കൊടുക്കാനുള്ളത്. ബാക്കിയുള്ള എല്ലാ പണവും ഉപയോഗിച്ച് നമുക്ക് വിരസതയില്ലാതെ ആവർത്തിച്ച് നമുക്ക് വരുമാനം ലഭിക്കാനായിട്ട് ഉപയോഗിക്കാനാണ്. കാരണം വീണ്ടും നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്ന 4 തട്ടായിട്ട് തിരിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനാണ് 4 തട്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ തട്ടിലുള്ളത് TDS സർക്കാരിന് പോകും. 2, 3, 4 വാലറ്റിലുള്ള ആ തട്ടുകളിലുള്ള പണം ഉപയോഗിച്ച് നമുക്ക് തുടർച്ചയായ വരുമാനം നമുക്ക് വീണ്ടും കിട്ടാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഞാനിപ്പോൾ രണ്ടാമത്തെ വരുമാനം പറഞ്ഞു. ഇനി മൂന്നാമത്തെ വരുമാന മാർഗമെന്ന് പറയുന്നതാണ് റെഫറൽ റിവാർഡ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡയറക്റ്റ് റെഫറൽ ബോണസ്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം. ഇനി മൂന്നാമത്താണ് ഈ പറയുന്നത് റെഫറൽ റിവാർഡ് അല്ലെങ്കിൽ റീബർത്ത് ഇൻകം എന്ന് പറയുന്നത്. ഈ റീബർത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മെയിൻ ID അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അത് തന്നെ അല്ലെങ്കിൽ അതിനെ തന്നെ മറ്റൊരു ID ആയിട്ട് കോപ്പി ചെയ്ത് മറ്റൊരു സ്ഥലത്ത് പുതിയതായി സ്ഥാപിക്കുന്നു. അങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന മൂലം അതിലൂടെ അതിന് മുകളിലുള്ളവർക്ക് അത് മുഖാന്തരം വരുമാനം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ IDക്ക് വിഡ്രോവൽ വാലറ്റ് ഉണ്ടാകത്തില്ല. അതിന് പകരം എല്ലാ വരുമാനവും 100% റീപർച്ചേസ് വാലറ്റ് അഥവാ റിപ്പീറ്റഡ് റീചാർജ് അലവൻസ് വാലറ്റിലേക്ക് പോവുകയാണ്. ഇങ്ങനെ നിങ്ങളുടെ ID റീബർത്ത് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ IDക്ക് താഴെ എവിടെയാണോ ID സ്ഥാപിക്കാനുള്ള സ്ഥലമുള്ളത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ സ്ഥാപിക്കപ്പെടുന്നു എന്നാണ്. അതായത് നിങ്ങൾക്ക് താഴെ 2 പേര്, 4 പേര്, 8 പേര്, 16 പേര്, 32 പേര് എന്ന് പറഞ്ഞാൽ എല്ലാം കൃത്യമായിട്ട് വരുന്നതായിരിക്കില്ല. കൃത്യമായിട്ട് ഇങ്ങനെ 4ഉം 8ഉം 16ഉമായിട്ട് ആളുകൾ വരില്ല. ചിലർക്ക് അൺബാലൻസ് ചെയ്ത് വരും. അങ്ങനെ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ ID പ്ലേസ് ചെയ്യാൻ സ്ഥലമുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ സ്ഥാപിക്കപ്പെടുകയാണുള്ളത്. അങ്ങനെ സ്ഥാപിക്കപ്പെടുന്നതുകൊണ്ട് നിങ്ങളുടെ താഴേക്ക് കൊണ്ടുവരുന്നവർക്ക് നിങ്ങൾ മുഖാന്തരം ഒരു വരുമാനം ലഭിക്കുന്നു. അതായത് നിങ്ങൾ ഡയറക്റ്റായിട്ട് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടാവാം, അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം. എല്ലാ പ്ലാനുകളിലും അപ്ലൈന് മാത്രമാണ് പണം സമ്പാദിക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അപ്ലൈൻ
ഡൗൺ ലൈൻ എന്നൊന്നും വരുന്നില്ല. കുറച്ചു കാലം നിങ്ങൾ അപ്ലൈൻ ആണെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരുന്ന നിങ്ങളുടെ ഡൗൺ ലൈൻസ് ആയിരിക്കും നിങ്ങളുടെ അപ്ലൈൻ. അങ്ങനെ നിങ്ങളുടെ ഐഡികൾ താഴേക്ക് പ്ലേസ് ചെയ്യപ്പെടുകയും മുകളിലുള്ളവർക്ക് വരുമാനം കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. നമുക്കത് മാത്രമല്ല, നമ്മളുടെ മെയിൻ ഐഡിക്ക്, നമ്മൾ ആദ്യം പ്ലേസ് ചെയ്ത ഐഡി ഉണ്ടല്ലോ, ആ ഐഡിക്ക് കൂടുതൽ വരുമാനം ലഭിക്കുകയും ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ റിപ്പീറ്റ് റീചാർജ് അലവൻസ് വാലറ്റിലെ ഞാൻ സങ്കല്പമായി പറഞ്ഞ രണ്ടാം ഭാഗത്ത് നിങ്ങൾക്ക് ബൈവലിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ 25% ഇങ്ങനെ വന്നു ചേരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വന്നു ചേരുന്ന സംഖ്യ എപ്പോൾ 2500 രൂപയാകുന്നുവോ അപ്പോൾ തന്നെ ആ പണം ഉപയോഗിച്ച് നിങ്ങളുടെ ഐഡിയുടെ ഒരു കോപ്പി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് താഴെയുള്ള ലെവലുകളിൽ ഏറ്റവും അടുത്ത ലെവലിൽ ഫില്ലാകാതെ കിടക്കുന്ന സ്പേസ് ഉണ്ടാവും, ഗ്യാപ്പായി കിടക്കുന്നൊരു സ്പേസ് ഉണ്ടാവും, ആ സ്ഥലത്ത് സ്ഥാപിക്കപ്പെടും. ഇത് സോഫ്റ്റ്വെയർ സ്വയം പ്രവർത്തിച്ച് നിങ്ങളുടെ താഴെയുള്ള ലെവലുകളിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പരിശോധിച്ച് നോക്കിയിട്ട് ആദ്യം എവിടെയാണോ ഗ്യാപ്പുള്ളത് അവിടെയാണ് ഇത് സ്ഥാപിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ തന്നെ റെഫറൽ ആയി നിങ്ങളുടെ ഐഡി മറ്റൊരിടത്ത് സ്ഥാപിക്കപ്പെടുമ്പോൾ അതിന്റെ റെഫറൽ ഇൻകമായ 500 രൂപ അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മെയിൻ ഐഡി ലഭിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്നതിനെയാണ് റെഫറൽ റിവാർഡ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ റീബർത്ത് ഐഡിയുടെ റെഫറൽ. അപ്പം നിങ്ങളുടെ ഐഡിയുടെ റീപർച്ചേസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് റീചാർജ് ആൻഡ് അലവൻസ് വാലറ്റിൽ 2500, നമ്മുടെ 25% വീതം പോകുന്ന 2500 വന്ന് തികഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ഐഡി റീബർത്ത് ചെയ്യപ്പെട്ട് താഴെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ പ്ലേസ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് 500 രൂപ റെഫറൽ റിവാർഡായിട്ട് ലഭിക്കുന്നു. ഇപ്പോൾ റെഫറൽ റിവാർഡ് എന്താണെന്ന് ഏകദേശം മനസ്സിലാക്കണം. സാധാരണയായി മറ്റു പല പ്ലാനുകളിലും നിങ്ങളുടെ ഐഡി റീബർത്ത് ചെയ്യപ്പെട്ടാൽ അതിന്റെ റെഫറൽ വരുമാനം നിങ്ങളുടെ സ്പോൺസർക്കാണ് ലഭിക്കുക. എന്നാൽ ബൈബലിൽ അങ്ങനെയല്ല. റെഫറൽ വരുമാനം നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നു. ഇതുകൂടാതെ നിങ്ങളുടെ റീബർത്ത് ഐഡി എവിടെ സ്ഥാപിക്കപ്പെടുന്നുവോ അതിന് തൊട്ട് മുകളിലുള്ള 8 ലെവലുകളിലുള്ളവർക്കും 100 രൂപ വീതം ഡിസ്ട്രിബ്യൂട്ടർ ഇൻകമായി, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം എന്ന്, ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ ഇൻകമായി വിതരണം ചെയ്യുന്നു. നമ്മൾ സാധാരണയായി ഒരാളെ ബൈബലിന്റെ പ്ലാൻ പറഞ്ഞ് മനസ്സിലാക്കി പുതിയതായി ചേർക്കുമ്പോൾ എന്ത് വരുമാനങ്ങൾ ഒക്കെ മറ്റുള്ളവർക്ക് ലഭിക്കുന്നുവോ അതേപോലെ ഇവിടെയും അത് സംഭവിക്കുന്നു. നിങ്ങൾക്ക് റെഫറൽ വരുമാനം 500 രൂപയും ആ ഐഡി എവിടെ സ്ഥാപിക്കപ്പെടുന്നുവോ അതിന് മുകളിലേക്കുള്ള 8 ലെവലുകളിലുള്ളവർക്ക് 100 രൂപ വീതം ലഭിക്കുന്നു. ഇതിനുശേഷം 200 രൂപ മാജിക് പൂൾ ബോണസിലേക്ക് പോകുന്നു. അത് എന്താണെന്ന് പിന്നീട് വിശദമാക്കാം. മാജിക് പൂൾ എന്താണെന്ന് പറയുമ്പോൾ അത് വിശദീകരിച്ച് പറഞ്ഞുതരാം. നിങ്ങളുടെ റിപ്പീറ്റഡ് റീചാർജിന്റെ അലവൻസ് വാലറ്റിന്റെ സാങ്കല്പികമായിട്ടുള്ള രണ്ടാം ഭാഗത്ത് വന്നു ചേർന്ന 25% പണം 2500 ആയപ്പോൾ ആ പണം ഉപയോഗിച്ച് നിങ്ങളുടെ ഐഡി റീബർത്താവുകയും നിങ്ങൾക്ക് തന്നെ 500 രൂപ റെഫറൽ ബോണസായി കിട്ടും. ആ ഐഡി സ്ഥാപിക്കപ്പെട്ടതിന്റെ മുകളിലുള്ള 8 ലെവലുകൾക്ക് ഓരോരുത്തർക്കും 100 രൂപ വീതം ഡിസ്ട്രിബ്യൂട്ടർ ഇൻകമായി കൊടുക്കുന്നു. മാജിക് പൂൾ ഇൻകത്തിലേക്ക് 200 രൂപയും പോകുന്നു. അതായത് റെഫറൽ വരുമാനമായിട്ട് നിങ്ങൾക്ക് 500 തന്നു, 8 ലെവലിലേക്ക് 100 രൂപയായിട്ട് 800 തന്നു, മാജിക് പൂളിലേക്ക് 200 തന്നു. അതായത് 500 കൂട്ടണം 800 കൂട്ടണം 200, 1500. നമുക്ക് 2500 രൂപ നമ്മുടെ റിപ്പീറ്റഡ് റീചാർജ് അലവൻസ് വാലറ്റിൽ വന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. അതിൽ 2500-ൽ 1500 രൂപ ഇങ്ങനെ ചെലവഴിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി ഈ 2500-ൽ 1500 രൂപ ബാക്കി എത്രയുണ്ട്? 1000 രൂപയുണ്ട്. ഈ ബാക്കിയുള്ള 1000 രൂപ നിങ്ങളുടെ മെയിൻ ഐഡി രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങളൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടാണല്ലോ രജിസ്റ്റർ ചെയ്തത്. അത് നമ്മൾ റീചാർജ് ചെയ്യുവാനായിട്ട് നമുക്ക് ആ 1000 രൂപ 1050 രൂപയ്ക്ക് റീചാർജ് ചെയ്യാൻ തരുന്നുണ്ട്. നിങ്ങൾ ബൈബിളിലേക്ക് ചേർന്നപ്പോൾ 1000 രൂപ മുടക്കിയാണ് വന്നത്. ആ പണം പരമാവധി 350 രൂപ വീതം 3 പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളാ നൽകിയിട്ടുള്ള ആ ഫോൺ നമ്പർ റീചാർജ് ചെയ്യാൻ വേണ്ടി റീചാർജ് വാലറ്റിലാണ് തരുന്നത്. അത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. ഇപ്പോൾ നിങ്ങളുടെ ഐഡി വന്നിട്ട് റീബർത്തായി ചെയ്യപ്പെട്ടു. 1500 രൂപയുടെ നമ്മൾ ചിലവാകുന്ന കാണുകയും ചെയ്തു. അതിന്റെ ബാക്കി ഒരു 1000 രൂപ ഉണ്ട്. അപ്പോൾ ആ 1000 രൂപ നിങ്ങളുടെ റീചാർജ് വാലറ്റിലേക്ക് നിങ്ങളുടെ ഫോൺ റീചാർജ് ചെയ്യാനായിട്ട് ബൈബിൾ തരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾ കൊണ്ടുവന്ന 1000 രൂപ 1050 രൂപയായിട്ട് അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ ആദ്യത്തെ മാസത്തെ 350 രൂപ റീചാർജ് ചെയ്ത് അല്ലെങ്കിൽ എത്രയോ നിങ്ങൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞു, ബാക്കി അവിടെ ഉണ്ടാകും. ആ സമയത്ത് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ട് നിങ്ങളുടെ ഐഡി റീബർത്ത് ചെയ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ 500 രൂപ നിങ്ങൾക്ക് റെഫറൽ ബോണസായിട്ട് കിട്ടുന്നു. ആ റീബർത്ത് ചെയ്യപ്പെട്ട ഐഡി എവിടെയാണോ പ്ലേസ് ചെയ്യപ്പെട്ട അതിന്റെ മുകളിലേക്കുള്ള 8 ലെവലുകളിലേക്ക് 800 രൂപ കൊടുക്കുന്നു. ഒരു 200 രൂപ മാജിക് പൂൾ എന്ന് പറയുന്ന വരുമാനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നു. അങ്ങനെ 1500 പോയി ബാക്കിയുള്ള 1000 രൂപ നിങ്ങൾക്ക് റീചാർജ് വാലറ്റിലേക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ റീചാർജ് ചെയ്യാൻ വേണ്ടി തരുന്നു.
നിങ്ങൾക്ക് ആ ബൈബലിലൂടെ നിങ്ങളുടെ താഴെയുള്ള 16 ലെവലുകളിൽ നിന്നാണ് ഈ അതിശയകരമായ എല്ലാ വരുമാനങ്ങളും കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മുൻപുള്ള വീഡിയോയിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 16 ലെവലുകൾ പൂർത്തിയാകുമ്പോഴേക്കും ഏറ്റവും കുറഞ്ഞ പക്ഷം നിങ്ങളുടെ ID ഏറ്റവും കുറഞ്ഞ പക്ഷം 16 ലെവൽ പൂർത്തിയാകുമ്പോഴാണ് കേട്ടോ, ഏറ്റവും കുറഞ്ഞ പക്ഷം 491 പ്രാവശ്യം റീബർത്ത് ചെയ്യപ്പെടും. ഒരു പ്രാവശ്യം റീബർത്ത് ചെയ്യപ്പെട്ടവരാണ് നിങ്ങൾക്ക് ഈ പൈസയൊക്കെ കിട്ടുന്ന പറഞ്ഞു. ഇവിടെ ഏറ്റവും ചുരുങ്ങിയത് 491 പ്രാവശ്യം നിങ്ങളുടെ ID റീബർത്ത് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതിനർത്ഥം റീബർത്ത് ചെയ്യപ്പെടുന്നതിലൂടെ 491 പ്രാവശ്യവും നിങ്ങൾക്ക് തന്നെ റഫറൽ റിവാർഡായിട്ടുള്ള 500 രൂപ വീതം കിട്ടിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങളുടെ IDയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ 491 പ്രാവശ്യവും 500 രൂപ വീതം റഫറൽ റിവാർഡായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. റീബർത്ത് ID സ്ഥാപിക്കപ്പെടുന്ന സ്ഥലത്തിന്റെ മുകളിലേക്കുള്ള 8 ലെവലുകളിൽ 100 രൂപ വീതം ഡിസ്ട്രിബ്യൂട്ട് ഇൻകം 491 പ്രാവശ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. അതായത് നിങ്ങളുടെ താഴെ നിങ്ങളാൽ കൊണ്ടുവന്നവരും അവരാൽ വന്നവർക്കുമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, 491 പ്രാവശ്യം 100 രൂപ വീതം വരുമാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ നിങ്ങൾ നേരിട്ട് കൊണ്ടുവന്നവർക്കും അവർ മുഖാന്തരം വന്നവർക്കും നിങ്ങളാൽ വരുമാനം ലഭിക്കുന്നു. സാധാരണഗതിയിൽ താഴെ ഉള്ളവർക്ക് നിന്ന് അവരുടെ വരുമാനം, അവരുടെ ചിലവാണ് നമ്മൾ മുകളിലിരിക്കുന്നവർക്ക് വരുമാനമായി കിട്ടുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് പല പ്രാവശ്യം അവർക്ക് വരുമാനം കിട്ടാൻ സഹായിക്കുന്നു, നിങ്ങളിലൂടെ അവർക്ക് കിട്ടുന്നു. ഇത് ഇത്തരം വേറെ ഏത് പ്ലാനിലാണ് ഇങ്ങനെ കാണാനുള്ളത്? ഏത് പ്ലാനിലാണ് ഇങ്ങനെ കാണാൻ കിട്ടുക? അതുമാത്രമോ, ഈ 491 പ്രാവശ്യവും 1000 രൂപ വീതം നിങ്ങളുടെ ഫോൺ നമ്പർ റീചാർജ് ചെയ്യാനായിട്ട് നൽകുന്നു. നിങ്ങളുടെ റീചാർജ് വാലറ്റിലേക്ക് ഈ 491 പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയ പക്ഷം റീബർത്ത് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു. ഈ 491 പ്രാവശ്യവും 1000 രൂപ വീതം നിങ്ങളുടെ ഫോൺ റീചാർജ് ചെയ്യാനായിട്ട് തരണം. 3 മാസം റീചാർജ് ചെയ്യാനുള്ള പണം മുടക്കി വന്ന നിങ്ങൾ നന്നായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഫോൺ റീചാർജ് ചെയ്യാനുള്ള പണത്തിനായിട്ട് ഓടേണ്ടതില്ല, എവിടേക്കും തിരിയണ്ട. ഈ 491 പ്രാവശ്യം 1000 രൂപ എത്ര രൂപയായി നോക്കൂ. ഇങ്ങനെ ലഭിക്കുന്ന 4ാമത്തെ വരുമാനത്തിനെയാണ് റിപ്പീറ്റഡ് റീചാർജ് വരുമാനം എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ 2, 3, 4 വരുമാനങ്ങളായ ഡിസ്ട്രിബ്യൂട്ടർ ബോണസ്, റഫറൽ റിവാർഡ് അല്ലെങ്കിൽ റീബർത്ത് ഇൻകം, റിപ്പീറ്റഡ് റീചാർജ് ഇൻകം തുടങ്ങിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദയവായി ഇത് മനസ്സിലാകും വരെ ആവർത്തിച്ച് കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ആരാണോ അയച്ചു തന്നത് ദയവായി അവരുമായി നിങ്ങൾ ബന്ധപ്പെടുക. അവർ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതാണ്. അതല്ല നിങ്ങൾ സ്വയം സെർച്ച് ചെയ്തോ യാദൃശ്ചികമായോ കണ്ടതാണെങ്കിൽ മാത്രം ഇവിടെ കാണുന്ന എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക. ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതായിരിക്കും. കൂടാതെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തിന് വേണ്ടിയല്ല, തുടർച്ചയായുള്ള ഈ വീഡിയോകൾ ചെയ്യുവാനുള്ള ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയാണ്. ദയവായി ഇത് ചെയ്യുക. ബാക്കി വരുമാന മാർഗങ്ങളെപ്പറ്റി അടുത്ത വീഡിയോയിൽ പറയാം. ഇത്രത്തോളം ക്ഷമാപൂർവ്വം എൻ്റെ ആവർത്തന വിരസതയുള്ള വാചകങ്ങൾ കേട്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.